മലയാള സിനിമ പ്രേമികൾക്ക് സുപരിചിതയായ താരമാണ് ഗായത്രി സുരേഷ്. ജംന പ്യാരി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് വന്ന താരം സൗത്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അഭിനയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരുള്ള താരം കൂടിയാണ് ഗായത്രി. എന്നാൽ വലിയ രീതിയിലുള്ള ട്രോളുകളും ഗായത്രിയുടെ നേരെ എത്താറുണ്ട്. അഭിമുഖങ്ങളിലും മറ്റുമായി പറയുന്ന കാര്യങ്ങളാണ് താരത്തിന് ട്രോളുകളായി മാറുന്നത്. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് താരം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ട്രോളുകൾക്ക് കാരണമായിരുന്നു. ഇപ്പോഴിതാ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് ഗായത്രി സുരേഷ്. ഒരു യൂട്യൂബ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രണവിനോട് ഇപ്പോഴുള്ള ഇഷ്ടത്തിനെ കുറിച്ച് ഗായത്രി മനസ്സ് തുറക്കുന്നത്. ഒരു സമയത്ത് തൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ പ്രണവ് മോഹൻലാൽ ആയിരുന്നെന്നും ഇപ്പോൾ അത് മാറ്റിയെന്നും ഗായത്രി പറയുന്നു. കൂടാതെ ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ തനിക്ക് ഇപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട് എന്നും ഗായത്രി പറയുന്നു. ഇപ്പോൾ എൻ്റെ വാൾപേപ്പർ പ്രണവല്ല. ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആരാധികയാണ്. ഞാനിപ്പോൾ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. പ്രണവിൻ്റെയും എനിക്കിപ്പോഴും പ്രണവിനോട് സ്നേഹമാണ്. വ്യക്തി എന്ന നിലയിൽ ആരാധനയുണ്ട് എന്നാണ് ഗായത്രി പറയുന്നത്. വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടെന്നാണ് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒറ്റയാളേ ഉള്ളൂ, അത് പ്രണവ് മോഹൻലാലാണ് എന്നാണ്. അത് വൈറലായി. പിന്നീടുള്ള അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ തടയുക പോലും ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് ആ ട്രോള് കൂടിയത് എന്നാണ് ഗായത്രി പറയുന്നത്. 21-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രണവിനെ കാണാനായി പോയിരുന്നു. എല്ലാവരും പറയുന്നു പ്രണവ് ഇൻട്രോവേർട്ട് ആണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ പോയി പ്രണവിനെ കണ്ടു. ഞാൻ ഗായത്രി താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് തന്നു പ്രണവ്. അപ്പോഴേക്കും ഷോട്ടിന്റെ സമയമായി, അദ്ദേഹം പോയി. അത്രേ ഉണ്ടായുള്ളൂ എന്നാണ് അഭിമുഖത്തിൽ ഗായത്രി പറഞ്ഞത്. ട്രോളുകൾ സ്വയം തിരുത്താൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൺട്രോൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. അതേസമയം പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആകണമെന്നും അതിലൊരു സന്തുലനം പാലിക്കണമെന്നും കരുതുന്നുവെന്നും നടി പറഞ്ഞു. ട്രോളുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു. ട്രോൾ ചെയ്തിട്ടെങ്കിലും ഈ കുട്ടി നന്നാകട്ടെ എന്ന തോന്നലായിരിക്കും ആളുകൾക്ക്. എന്തായാലും ട്രോളന്മാർക്ക് നന്ദി. കാരണം ആ ട്രോളുകളാണ് എന്നെ പാകപ്പെടുത്തിയത്. ആദ്യമൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ വലിയ വിഷമമായിരുന്നു. നമ്മൾ വലിയ എന്തോ സംഭവമാണെന്ന് കരുതിയിരിക്കുമ്പോൾ അതല്ലെന്ന് ആളുകൾ പറയുന്നു. അങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല. അത്തരം ട്രോളുകൾ സ്വീകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നോക്കും എന്നും നടി പറയുന്നു. വലിയ താരങ്ങളുടെ ഒപ്പം സംവിധായകരുടെ ഒപ്പം വർക്ക് ചെയ്യണം. എല്ലാ റോളുകളും ചെയ്യണം. നല്ല ഭക്ഷണം കഴിക്കണം, വാഹനം ഓടിക്കണം, ഹോട്ടലുകളിൽ താമസിക്കണം എന്നിങ്ങനെ സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ വെട്ടിപ്പിടിക്കാനാവരുത്. ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ എനിക്ക് സാധിക്കണമെന്നും